പ്രിയമുള്ളവരെ, എടയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2024 വർഷത്തെ കേരളോത്സവമാണ്. ഒരു ഇനമായിട്ടുള്ള മെഹന്തി മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത്. വാശിയേറിയ മത്സരമാണ് ഈ മെഹന്തി മത്സരത്തിലും ക്ലബ്ബുകൾ കാഴ്ചവെക്കുന്നത്. 11 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. കൃത്യം 11 മണിക്ക് ആരംഭിച്ചുള്ള മത്സരം ഏകദേശം 2.5 മണിക്കൂർ ഇതിൻ്റെ സമയം നീണ്ടു നിൽക്കും. ഇന്ന് ഇതേപോലെ തന്നെ മാവണ്ടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ക്രിക്കറ്റ് മത്സരവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ കേരളോത്സവത്തിൻ്റെ സമാപനം 2024 നവംബർ 30 ഡിസംബർ 1 പൂക്കാട്ടി KUP സ്കൂളിൽ വെച്ചുകൊണ്ട് സമാപിക്കുന്നതാണ്. വളരെയധികം 28ഓളം ക്ലബ്ബുകൾ മാറ്റിവെക്കുന്ന ഈ പരിപാടി ഈ വർഷം തന്നെ കേരളോത്സവം ഇടയിൽ നല്ല വൃത്തിയായി ഭംഗിയായി നടത്താൻ വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരെയും ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യും. എടയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2024 കേരളോത്സവ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന മെഹന്തി മത്സരമാണ് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്നത്. ഏകദേശം 11ഓളം ടീം ഇവിടെ ഈ മത്സരത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട്. 2024-25 വർഷത്തോടനുബന്ധിച്ചുള്ള എടയൂർ കേരളോത്സവം സംബന്ധിച്ചുള്ള മെഹന്തി മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂറാണ് ഈ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സമാപനം എന്ന് പറയുന്നത് ഡിസംബർ 1. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഓരോരുത്തരുടെയും ഡിസൈൻസ് വാല്യുവേഷൻ ചെയ്തിട്ടുള്ളത് അവരുടെ എത്രത്തോളം ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ എത്ര എലമെന്റ്സ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു തീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നോക്കിയിട്ടുണ്ട്. അതുപോലെ നീറ്റ്നെസ്, പെർഫെക്ഷൻ, എത്ര ഡിസൈൻസ് ഓരോന്നും എത്രത്തോളം എടുത്ത് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു നീറ്റായിട്ട് എങ്ങനെയുണ്ട്, മൊത്തത്തിലൊരു പെർഫെക്ഷൻ എങ്ങനെ, അതുപോലെ 2 കൈയും കൂടെ കൂട്ടി വെക്കുമ്പോൾ ഒരു ഓവറോൾ അപ്പിയറൻസ്, മൊത്തത്തിൽ വെക്കുമ്പോൾ ഒരു അപ്പിയറൻസ് എങ്ങനെയാന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് വാല്യുവേഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ഓരോരുത്തർക്കും ഇട്ട മാർക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ഒരു ഫലം മാമിൻ്റെ അടുത്ത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഇനി മാം പറയുന്നതാണ്. എടയൂർ ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിൻ്റെ ഭാഗമായി നമ്മുടെ വനിതകൾക്കായി നടത്തപ്പെടുന്ന മെഹന്തി മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ 11 ടീമുകൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാ കൈകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന റിസൾട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ രീതിയിലും നോക്കി ഇട്ടിട്ടുള്ള റിസൾട്ടാണ്. എന്തായാലും 3-ാം സ്ഥാനത്തിന് അർഹമായിട്ടുള്ളത് വിസ്മയ KP,
ഹരിതാനത്തിന് അർഹയായിട്ടുള്ളത് ഹസനത്ത് പി, രശ്മി, ഫാത്തിമ മുഹ്സിന, ഹസ്ന ഷെറീഫ്, ഫാത്തിമ മുഹ്സിന, ഹസ്ന ഷെറീഫ്. ഏതാ ക്ലബ് എന്നുള്ള ആദ്യം നോക്കാം. സെക്കൻഡ് ഇൻഡിവിജ്വൽ ആണ്. സ്പേസ് പോസ്റ്റ് ഇല്ലത്തെ പഠിക്കും. എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.